गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण गुरुराध्याम् शिवलिंगार्य मध्यमाम् श्रीबोधानंद संसरन्तीम् अस्मदाचार्य पर्यन्ताम् शिष्य संघान्वितां शुभां गुरुचैतन्य समन्वितां दिव्यां ज्ञान प्रवाहिनीं वन्दे तां चेतनां पुनः। ओम श्रीनारायण परमगुरवे नमः। ओम श्री ശാരദാംബികായേ നമഃ. സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ, ഇന്ന് ഈ പഠന ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന സജ്ജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ഗുരുവിന്റെ ശിഷ്യോത്തമനും മഹാകവിയുമായ കുമാരനാശാൻ രചിച്ച ശാരദാഷ്ടകം കൃതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിലെ 6ാമത്തെ ശ്ലോകം. അവ്യപേക്ഷ സ്തുഭഗാ പ്രഗീയസേ ത്വം മയാംബ ദുദഭേദ വേദന സാ സ്വയം രസമയീ രതിഃ പരാ പ്രത്യഗാത്മ പരമാത്മഗോചര. ഒന്നുകൂടി ചൊല്ലാം. അവ്യപേക്ഷ സുഭഗാ പ്രഗീയസേ ത്വം മയാംബ ദുദഭേദ വേദന സാ സ്വയം രസമയീ രതിഃ പരാ പ്രത്യഗാത്മ പരമാത്മഗോചരം. അപ്പൊ ഇതില് നമുക്ക് സങ്കീർണമായ രീതിയിൽ സന്ധി വിച്ഛേദനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ ശ്ലോകം നോക്കുമ്പോൾ തന്നെ അതിന്റെ വാക്കുകളൊക്കെ ഉച്ചരിക്കാൻ സാധിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ അന്വയ അർത്ഥം ഇപ്രകാരമാണ്. നമ്മൾ പൂർവ്വ ക്ലാസ്സുകളെ അനുവർത്തിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഈ ശ്ലോകത്തിൽ നിന്ന് അതിന്റെ വേർബ് ക്രിയാപദത്തെ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യ വരിയിൽ തന്നെ, ശ്ലോകത്തിന്റെ ആദ്യ വരിയിൽ അവസാന ഭാഗത്ത് പ്രഗീയസ എന്ന് കാണാം. പ്രഗീയസ എന്നുള്ളതാണ് ഇതിന്റെ ക്രിയാപദം, വേർബ്. പ്രഗീയസ എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രകർഷേണ ഗീയസേ എന്നാണ്. പ്രകർഷേണ ഗീയസേ ഇത് പ്രഗീയസേ. പ്രകർഷേണ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ രീതിയിൽ, ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ. ഗീയസേ എന്ന് പറഞ്ഞ ഗൈ ധാതു എന്നാണ് വാക്ക് വന്നിരിക്കുന്നത്. പാടുക എന്നർത്ഥം. നന്നായിട്ട് പാടുക, ഏറ്റവും പ്രകൃഷ്ടമായ രീതിയിൽ, ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നന്നായിട്ട് പാടുന്നു എന്നാണ് താല്പര്യം. പാടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പുകഴ്ത്തുന്നു എന്ന് മനസ്സിലാക്കാം. സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, ഒരാളെ പാടി പുകഴ്ത്തുന്നു എന്നൊക്കെ പറയാറുണ്ട്. സ്തുതിക്കുന്നു എന്നാണ് അതിന്റെ ഒരു താല്പര്യം വരുന്നത് ആ വാക്കിന്റെ, ഗീയസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്രഗീയസ് എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ രീതിയിൽ സ്തുതിക്കപ്പെടുന്നു എന്നർത്ഥം. പ്രഗീയസ് ഉത്കൃഷ്ടമായ രീതിയിൽ സ്തുതിക്കപ്പെടുന്നു. ഉത്കൃഷ്ടമായ രീതിയിൽ ആരാൽ സ്തുതിക്കപ്പെടുന്നു? ആരാൽ സ്തുതിക്കപ്പെടുന്നു എന്നുള്ളതിനൊരു കർത്താവ് വേണം. അത് നമുക്ക് രണ്ടാമത്തെ വരിയിൽ ത്വം മയാംബ ദുദഭേദ വേദന എന്ന വരിയിൽ മയ എന്നുള്ളൊരു വാക്കുണ്ട്. മയ പ്ലസ് അമ്പയാണ് മയാംബ ആയിട്ട് മാറും. അതിൽ മയ എടുത്തു കഴിഞ്ഞാൽ മയ എന്ന് പറഞ്ഞാൽ എന്നാൽ എന്നാണ് അർത്ഥം. എന്നാൽ എന്ന് പറയും, തൃതീയ വിഭക്തിയാണ്. അപ്പൊ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്ന് വാചകം കിട്ടി. മയാ പ്രഗീയസേ, എന്നാൽ സ്തുതിക്കപ്പെടുന്നു. എന്നാൽ ആര് സ്തുതിക്കപ്പെടുന്നു? ആരെങ്കിലുമൊക്കെ സ്തുതിക്കപ്പെടണമല്ലോ. ആരാണ് സ്തുതിക്കപ്പെടുന്നത്? അപ്പൊ രണ്ടാമത്തെ വരിയില് ഒന്നാമത്തെ വാക്ക് നീ, അഥവാ ത്വം എന്നുള്ള വാക്ക് കാണാം. ഒന്നാമത്തെ വാക്ക് അത് ത്വം എന്ന് പറയുന്നത് നീനാണ്. ത്വം മയാ പ്രഗീയസേ എന്ന് നമുക്ക് വരി എഴുതി ചേർക്കാം. നീ എന്നാൽ
പ്രഗീയസെ, നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്ന് താല്പര്യം. നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു. ത്വം മയാ പ്രഗീയസെ. അപ്പൊ ത്വം എന്നുള്ള കർമ്മത്തെ മാനിച്ചാണ് അവിടെ പ്രഗീയസെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ക്രിയ വേറൊരു ഭാവത്തിലേക്ക് വരുമായിരുന്നു. അപ്പൊ കർമ്മണി പ്രയോഗത്തിൽ എപ്പോഴും കർമ്മത്തെ മാനിച്ച് ക്രിയക്ക് മാറ്റം വരുന്നു. അപ്പൊ ത്വം എന്നുള്ളതിനെ മാനിച്ചുകൊണ്ടാണ് പ്രഗീയസ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ത്വം മയാ പ്രഗീയസെ എന്ന് പറയുമ്പോൾ നീ എന്നാൽ പുകഴ്ത്തപ്പെടുന്നു, നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പൊ നീ എന്നുള്ളത് ഇവിടെ ദേവിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ സംസ്കൃതത്തിൽ നമ്മൾ നീ എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ബഹുമാനം കുറഞ്ഞ നീ എന്നുള്ള ഭാവത്തിൽ എടുക്കരുത്. അങ്ങ്, താങ്കൾ, ഭവതി എന്നൊക്കെ എടുക്കാം നമുക്ക്. ആ ത്വം എന്നുള്ള പ്രയോഗം ദേവിയെ പ്രയോഗിച്ചത് കൊണ്ടായതിനാൽ ആ ത്വമ്മിനെ നമുക്ക് മലയാളത്തിലേക്ക് പറയുമ്പോൾ, അതിന് സംസ്കൃത അർത്ഥം നീ എന്നാണെങ്കിൽ കൂടി മലയാളത്തിലേക്ക് പറയുമ്പോൾ അങ്ങ്, ഭവതി എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങ്, താങ്കൾ എന്നാൽ സ്തുതിക്കപ്പെടും. എങ്ങനെയുള്ള താങ്കൾ? എങ്ങനെയുള്ള താങ്കൾ എന്നതിനെ സൂചിപ്പിക്കാനാണ് മൂന്നാമത്തെ വരിയിൽ സ എന്നുള്ള വാക്കോട് ചേർത്തിരിക്കുന്നത്. അപ്പൊ സ എന്ന് പറയുമ്പോൾ അവൾ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നമ്മൾ സ എന്ന് മനസ്സിലാക്കേണ്ടത് കുറെ വിശേഷണങ്ങൾ നൽകി, ആദ്യം കുറെ വിശേഷണങ്ങൾ നൽകി അങ്ങനെയുള്ള നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു. ഈ അങ്ങനെയുള്ള എന്നതിനെ ബോധിപ്പിക്കാനാണ് സ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സംസ്കൃതത്തിൽ പലയിടത്തായിട്ട് വരുന്ന പ്രയോഗമാണ് ഈ സ ത്വം എന്നുള്ള പ്രയോഗം ഒരുമിച്ച് വരും. അങ്ങനെയുള്ള നീ, സ ത്വം മയാ പ്രഗീയസെ, എന്നാൽ പുകഴ്ത്തപ്പെടുന്നു. നമ്മുടെ അന്വയത്തിന്റെ ആദ്യത്തെ വരി നമുക്ക് ഇപ്രകാരം കിട്ടി: സ ത്വം മയാ പ്രഗീയസെ, അങ്ങനെയുള്ള നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പൊ ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ വരും, എങ്ങനെയുള്ള നീയാണ്. ആ എങ്ങനെയുള്ള നീ എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് കുറെ വിശേഷണങ്ങൾ നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാം. ദേവിയുടെ വിശേഷണങ്ങൾ പൂർവ്വ ശ്ലോകവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ദേവിയുടെ വിശേഷണം നോക്കൂ. ഒന്നാമത്തെ വിശേഷണം ഒന്നാമത്തെ വരിയിൽ തന്നെയുണ്ട്. അവ്യപേക്ഷ സുഭഗ എന്നാണ് ഒന്നാമത്തെ വിശേഷണം. അവ്യപേക്ഷ സുഭഗ, അതിന്റെ അർത്ഥം പറയാം, പക്ഷെ ആദ്യ വിശേഷണം അതാണ്. അപ്പൊ നമുക്ക് അന്വയം ഇപ്രകാരം പൂർത്തീകരിക്കാം: അവ്യപേക്ഷ സുഭഗ സാത്വം മയാ പ്രഗീയസേ. അവ്യപേക്ഷ സുഭഗയായിട്ടുള്ള നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പോ ഒരു അഭിസംബോധന കൂടി ഇവിടെ കുമാരനാശാൻ ചേർത്തിട്ടുണ്ട്. ആ അഭിസംബോധന നമുക്ക് കാണാം. മയ കഴിഞ്ഞിട്ട് ഒരു അമ്പ വരുന്നു. അമ്പ എന്നുള്ളത് അഭിസംബോധനയാണ്. പൂർവ്വ ശ്ലോകങ്ങളിലും അമ്പ അഭിസംബോധനയായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അമ്പയെ അഭിസംബോധനയായിട്ട് മാനിക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹേ അമ്പ, അല്ലയോ അമ്മേ. ആ ഹേ അമ്പ എന്നുള്ള വാചകം ആദ്യം എഴുതുക. ഹേ അമ്പ, അല്ലയോ അമ്മേ, അവ്യപേക്ഷ സുഭഗയായിട്ടുള്ള നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു. ഹേ അമ്പ അവ്യപേക്ഷ സുഭഗ സ ത്വം മയാ പ്രഗീയസേ. ഇതാണ് നമുക്ക് ആദ്യത്തെ ഒരു വാചകം ഈ ശ്ലോകത്തിൽ നിന്ന് അർത്ഥക്രമത്തെ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു വാചകം ലഭിക്കുന്നത്. അല്ലയോ അമ്മേ, അവ്യപേക്ഷ സുഭഗയായിട്ടുള്ള നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പൊ രണ്ടാമത്തെ വിശേഷം ഇതേപോലെ തന്നെ അവ്യപേക്ഷ സുഭഗയുടെ സ്ഥാനത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത് വിശേഷണം കാണാം ശ്ലോകത്തിൽ ദുതഭേദ വേദന എന്ന് കാണാം. രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ വാക്കാണ് ദുതഭേദ വേദന എന്നുള്ളത്. അതും ദേവിയുടെ വിശേഷണമാണ്, ദുതഭേദ വേദന എന്നുള്ളത്. അപ്പൊ എങ്ങനെ പറയാം? ഹേ അമ്പ ദുതഭേദ വേദന സാ ത്വം മയാ പ്രഗീയസേ എന്ന് പറയാം. ഹേ അമ്പ എന്ന് പറഞ്ഞാൽ അല്ലയോ അമ്മേ, ദുതഭേദ വേദനയായിട്ടുള്ള നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു. എന്താണ് ഈ ദുതഭേദ വേദന? ഭേദവേദന എന്ന് പറഞ്ഞാൽ ഭേദചിന്ത. വേദന എന്ന് പറയുമ്പോൾ അറിവ്, ചിന്ത എന്നാണ് അർത്ഥം. അപ്പൊ ഭേദവേദന എന്ന് പറഞ്ഞാൽ ഭേദചിന്ത. ദുത എന്ന് പറഞ്ഞാൽ തകർത്ത് കളയുക, പൊട്ടിച്ചു കളയുക, ഇല്ലാതാക്കുക. ഭേദചിന്തകളെ തകർത്തവളായ നീ എന്നർത്ഥം. അപ്പോ ഹേ അമ്പ ദുതഭേദ വേദന സാ ത്വം മയാ പ്രഗീയസേ, അല്ലയോ അമ്മേ, ഭേദചിന്തകളെ നശിപ്പിച്ചവളായ നീ മയ എന്നാൽ പ്രഗീയസേ സ്തുതിക്കപ്പെടുന്നു. ഇതാണ് രണ്ടാമത്തെ വിശേഷം. ഇനി മൂന്നാമത്തെ വിശേഷണം നോക്കൂ. മൂന്നാമത്തെ വിശേഷണം നമുക്ക് ആ ശ്ലോകത്തിൽ കാണാം. മൂന്നാമത്തെ വരിയിൽ രസമയി, സ്വയം രസമയി എന്നുള്ള പദം കാണാം. ഈ സ്വയം രസമയി എന്നുള്ള ഒരുമിച്ചെടുത്താൽ മതി, അതൊരു വിശേഷണമാണ്. അപ്പൊ ആ വിശേഷണം ചേർത്ത് മൂന്നാമത്തെ വാചകത്തെ ഇപ്രകാരം ക്രമീകരിക്കാം: ഹേ അമ്പ സ്വയം രസമയി സ
ത്വം മയാ പ്രഗീയസേ, അല്ലയോ അമ്മേ സ്വയം രസമയിയായ നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്നർത്ഥം. വളരെ സരളമാണ്. ഇനി നാലാമത്തെ വിശേഷണം പര എന്നുള്ളതാണ്. ആ പര എന്നുള്ള വിശേഷണ ശ്ലോകത്തില് കാണാൻ സാധിക്കും. ആ പരയുടെ മുമ്പില് രതി എന്നുണ്ട്. അപ്പൊ രതിയെ നമുക്ക് നാലാമത്തെ വിശേഷണമായിട്ട് എടുക്കാം. മൂന്നാമത്തെ വരിയിൽ സ്വയം രസമയി രതിപര. ആ രതിപര എന്ന് വേണമെങ്കിൽ ഒരുമിച്ച് ചേർക്കാം, പക്ഷെ അത് സ്വതന്ത്രമായ പദങ്ങളാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. അപ്പോൾ രതി എന്നുള്ളത് വിശേഷണമായി ചേർത്തുകൊണ്ട് ഇങ്ങനെ പറയാം: ഹേ അംബ രതി സാ ത്വം മയാ പ്രഗീയസേ, അല്ലയോ അമ്മേ രതിസ്വരൂപിണിയായ നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്നർത്ഥം. നാലാമത്തെ വിശേഷണം ചേർത്ത് മനസ്സിലാക്കുക. ഇനി അഞ്ചാമത്തെ വിശേഷണം പര എന്നുള്ളത്. ആ പര എന്നുള്ളത് രതി കഴിഞ്ഞിട്ട് കാണാൻ സാധിക്കും. പര അപ്പൊ എങ്ങനെ പറയാം? ഹേ അംബ പര സാത്വം മയ പ്രഗീയസ്. ഈ സാത്വം എന്നുള്ളത് അങ്ങനെയുള്ള നീ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള നീ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ രതി, സ്വയം രസമയി, ദുഃഖഭേദ വേദന ഇങ്ങനെയൊക്കെ വിശേഷണങ്ങൾ ചേർത്ത് മനസ്സിലാക്കുന്നത്. അഞ്ചാമത്തെ വിശേഷണം പര എന്നാണെങ്കിൽ ഹേ അംബ പര സാത്വം മയ പ്രഗീയസേ, അല്ലയോ അമ്മേ പരയായിട്ടുള്ള അങ്ങ് എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്നർത്ഥം. ഒരു വിശേഷണം കൂടി ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. അവസാനമാണ് പ്രത്യേകാത്മ പരമാത്മ ഗോചര എന്നാണ്. അത് മുഴുവനായിട്ടും ഒരു വിശേഷണമാണ്. അതിനെങ്ങനെ മനസ്സിലാക്കാം? ഇതേപോലെ തന്നെ ഹേ അംബ പ്രത്യേകാത്മ പരമാത്മ ഗോചര സാത്വം മയാ പ്രഗീയസേ, അല്ലയോ അമ്മേ പ്രത്യേകാത്മ പരമാത്മ ഗോചരയായ നീ അങ്ങ് താങ്കൾ മയാ പ്രഗീയസേ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്നർത്ഥം. ഇത് മനോഹരമായ ഭാഷകൾ. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ച പദങ്ങൾ തന്നെയാണ് പലതും. പക്ഷെ അതിന്റെ ഭാഷ അവ്യപേക്ഷ സുഭഗ എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു പ്രയോഗമാണ്. അങ്ങനെ മനോഹരമായ പ്രയോഗങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമാണ് ഈ ആറാമത്തേത്. ഇവിടെ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മം കൃതിയില് അവിടെ എനിക്ക് തോന്നുന്നു ശുദ്ധി പഞ്ചകത്തെ കുറിച്ച് പറയുന്ന വേളയിലാണെന്ന് തോന്നുന്നു അവിടെ ഒരു പ്രയോഗം ഗുരുദേവൻ നടത്തിയിട്ടുണ്ട്. അയുക്ത അസംസ്തവ എന്ന് പറഞ്ഞത്. അയുക്ത അസംസ്തവ എന്ന് പറഞ്ഞാൽ യുക്തമല്ലാത്തതിനെ പുകഴ്ത്താതിരിക്കുക എന്നുള്ള നിർദ്ദേശം ഗുരു തരുന്നുണ്ട്. സംസ്തവം എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക, അസംസ്തവം എന്ന് പറഞ്ഞാൽ പുകഴ്ത്താതിരിക്കുക. അപ്പൊ മനുഷ്യന്റെ ഒരു പ്രത്യേകത, മനുഷ്യൻ തനിക്ക് ആരാധന തോന്നുന്ന കഥാപാത്രങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ അവയെ അനുകരിക്കാനുള്ള ഒരു ചോദന മനുഷ്യനുണ്ട്. നമ്മൾ ഇന്നത്തെ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, പഠിതാക്കളൊക്കെ, സിനിമാ നടന്മാര്, അതുപോലെ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ, ഇവരെയൊക്കെ ആരാധിക്കുകയും ഇവരെ പലപ്പോഴും അനുകരിക്കുകയും ചെയ്യും. അനുകരിക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെ ഭാവം, ഇവരുടെ വേഷം, ഇവരുടെ നടത്തം. അപ്പൊ എപ്പോഴും മനുഷ്യന് തനിക്ക് ആരാധന തോന്നുന്ന ഒന്നിനെ ഏതെങ്കിലും പ്രകാരത്തിൽ അതിന്റെ ഭാവത്തെയും ഭാഷയെയും ജീവിത രീതിയെയും സ്വജീവിതത്തിൽ അനുകരിക്കാനുള്ള ത്വര എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അനുകരിക്കേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നിനായിരിക്കും. ആ അനുകരിക്കേണ്ടത് ശ്രേഷ്ഠമായ ഒന്നിനെ ആയതിനാലാണ് ഇവിടെ പ്രഗീയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗുരുദേവൻ ആശാൻ. പ്രഗീയസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാടി പുകഴ്ത്തുന്നത് എപ്പോഴും നമ്മുടെ ആരാധനയ്ക്ക് അർഹമായ ഒരാളായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രകാരത്തിൽ സ്വാധീനം ചെലുത്തപ്പെട്ട, നമ്മുടെ ആരാധനയ്ക്ക് കേന്ദ്ര ബിന്ദുവായി തീരുന്ന ഒന്നിനെയാണ് നമ്മൾ പുകഴ്ത്തുക. നമ്മളൊരു വ്യക്തിയെ കുറിച്ച് കുറെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവള് കൊള്ളാൻ കേട്ടോ എന്നൊക്കെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ സൂക്ഷ്മമായിട്ട് ആ വ്യക്തിയോട് നമ്മുടെ ഉള്ളിൽ ആരാധന ജനിച്ചു കഴിഞ്ഞു. ആ ആരാധന ജനിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഹേതു കാരണമായേക്കാം. എന്നിരുന്നാലും ആരാധന ജനിച്ചു കഴിഞ്ഞു. അങ്ങനെ ആരാധന ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ അവന്റെ മഹിമകൾ നമ്മൾ അറിയാതെ പാടേണ്ടത്. അടുത്ത ഘട്ടം എന്താണ്? അവനെ അനുകരിക്കാൻ തുടങ്ങും. അവളുടെ വേഷം, അവന്റെ വേഷം, ഭാവം, മുടി, കണ്ണ്, ഭക്ഷണ രീതികൾ ഒക്കെ നാം നമ്മുടേതാക്കി മാറ്റും. കാരണം ആരാധന വന്നു കഴിഞ്ഞാൽ തന്റെ ആരാധ്യം എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് യോഗ്യമായ അവളുടെ ആ വസ്തുവിന്റെ
എല്ലാ ഭാവങ്ങളും സ്വന്തം വ്യക്തിത്വത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമ്മുടെ ഉപബോധ മനസ്സ് സൂക്ഷ്മമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ മനുഷ്യന്റെ ഈ മനഃശാസ്ത്രം അറിയുന്നത് കൊണ്ട് ഗുരുദേവൻ വ്യക്തമായിട്ട് പറയുന്നു, അയുക്ത അസംസ്തവ, യോഗ്യമല്ലാത്തതിനെ നിങ്ങൾ പുകഴ്ത്തരുത്. മീൻസ് യോഗ്യമല്ലാത്ത ഒന്നിനെ നമ്മുടെ ആരാധനയ്ക്ക് വിധേയപ്പെടുത്തരുത്, ആരാധനയ്ക്ക് വിഷയമാക്കരുത്. യോഗ്യമല്ലാത്ത ഏതെങ്കിലും വ്യക്തികളെയോ യോഗ്യമല്ലാത്ത ഏതെങ്കിലും ഇസങ്ങളെയോ പ്രത്യയശാസ്ത്രങ്ങളെയോ നമ്മുടെ ആരാധനയ്ക്ക് വിഷയമാക്കി കഴിഞ്ഞാൽ നാം അവയെ പിന്തുടരാൻ വേണ്ടി ശ്രമിക്കും. ആദ്യഘട്ടത്തിൽ അവയെ നമ്മൾ സ്തുതിക്കും. സ്തുതിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്തുടരാൻ, അതിന്റെ ഭാവങ്ങളും രീതികളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. ആ വസ്തു അഥവാ ആ വ്യക്തി മോശമായ സ്വഭാവ സംസ്കാരത്തോടൊത്ത ആളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ അനുകരണത്തിന്റെ ഫലമായിട്ട് മോശമായ സ്വഭാവ സംസ്കാരം വരും. അതുകൊണ്ട് ഏറ്റവും പാടി പുകഴ്ത്തേണ്ട, എപ്പോഴും സ്തുതിക്കേണ്ടത് ഉത്കൃഷ്ടമായ വസ്തുവിനാണ്. അപ്പൊ ഉത്കൃഷ്ടമായ വസ്തു എന്താണ്? ഉത്കൃഷ്ടമായ വസ്തു, വസ്തു എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരു വസ്തു എന്ന രീതിയിൽ പരിമിതപ്പെടുത്തുന്നതല്ല. സംസ്കൃതത്തിൽ വസ്തു എന്ന് പറഞ്ഞാൽ വസതി ഇതി വസ്തു, ഉള്ളത് എന്താണോ അതെയാണ് വസ്തു എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ വസ്തു എന്ന് പറഞ്ഞാൽ അത് ജഗദംബികയാണ്. ആ ജഗദംബികയെ, ശാരദാംബികയെ ഇങ്ങനെ അനേകായിരം വിശേഷണങ്ങളിലൂടെ, അല്ലയോ അമ്മേ അങ്ങ് അവ്യപേക്ഷ സുഭകയാണ്, അല്ലയോ അമ്മേ അങ്ങാരാണ് ധുതഭേദ വേദനയാണ്, അല്ലയോ അമ്മേ അങ്ങ് പരയാണ്, അല്ലയോ അമ്മേ അങ്ങ് രതിയാണ്, സ്വയം രസമയിയാണ്. ഇങ്ങനെ ഉദാത്തമായ രീതികളിലൂടെ ദേവിയെ നമ്മൾ പാടി പുകഴ്ത്തുമ്പോൾ ആ പാടി പുകഴ്ത്താൻ ഉപയോഗിച്ച വിശേഷണങ്ങൾ, ദേവിയുടെ ആ സ്വരൂപം, സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ കടന്നു. അതുകൊണ്ടാണ് സ്തോത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ നിരന്തരം സ്തോത്രം ചൊല്ലുമ്പോൾ, സ്തോത്രം ചൊല്ലുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധനയ്ക്ക് വിഷയമായ ഒന്നിനെ നമ്മൾ പുകഴ്ത്തുന്നു, പാടി പുകഴ്ത്തുന്നു. അങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ദേവിയുടെ ഗുണഗണങ്ങൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെയ്യപ്പെടും. ഒരു വ്യക്തി ഏത് ദേവതയാണോ തന്നെ ഇഷ്ടദേവതയായിട്ട് സങ്കല്പിക്കുന്നത്, കുറെ കാലം ആ ദേവതയുടെ കീർത്തനങ്ങൾ ചൊല്ലുന്നു, സ്തോത്രങ്ങൾ ചൊല്ലുന്നു, ഉപാസന ചെയ്യുന്നു. ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ ദേവതയുടെ ഒരു തന്മയീ ഭാവം ആ വ്യക്തിയിൽ വരും. ഇപ്പൊ ശിവനാണെങ്കിൽ ആ ശിവന്റെ ഒരു തന്മയീ ഭാവം വരും, ദേവിയാണെങ്കിൽ ദേവിയുടെ ഒരു ഭാവം വരും, ഗുരുവാണെങ്കിൽ ഗുരുവിന്റെ ഭാവം വരും. എപ്പോഴും ദേവതകളെ സ്തുതിക്കുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ദേവീ സങ്കല്പം. ഓരോ ദേവതയ്ക്കും ഓരോരോ കാര്യങ്ങൾ പ്രിയമാണ്. ശിവനെ സംബന്ധിച്ച് ശിവൻ അഭിഷേകപ്രിയനാണ്. ഭഗവാൻ അഭിഷേകം ചെയ്താൽ ഭഗവാൻ വലിയ സംതൃപ്തിയാണ്. അതുപോലെ വിഷ്ണു അലങ്കാരപ്രിയനാണ്. വിഷ്ണുവിനെ നന്നായിട്ട് അലങ്കരിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിന് ഏറെ പ്രസാദം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പൊ ദേവിയെ സംബന്ധിച്ച് ദേവി സ്തുതിപ്രിയയാണ്. നമ്മൾ ദേവിയുടെ മുമ്പിൽ ദേവിയുടെ സ്തുതി ഗീതങ്ങൾ, സ്തോത്രങ്ങൾ നിരന്തരം ജപിക്കുകയാണെങ്കിൽ, കീർത്തനങ്ങൾ ജപിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ദേവീ പ്രസാദം ഉണ്ടാക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പോ സ്തുതിക്കുക എന്നുള്ളതിന്റെ ഒരു താല്പര്യം ഇതാണ്, നാം ഏതിനെയാണോ സ്തുതിക്കുന്നത് ആ സ്തുതിക്കപ്പെടുന്ന വസ്തുവിന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ വ്യക്തിത്വമായി ക്രമേണ നമ്മൾ പോലും അറിയാതെ മാറും. അതുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ ഒന്നിനെ സ്തുതിക്കുന്നത്, പ്രഗീയസെ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നത്, പാടി പുകഴ്ത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇവിടെ ദേവിയെ ഭക്തൻ പാടി പുകഴ്ത്തി ആദ്യമായിട്ട് പറയുകയാണ്, അല്ലയോ അമ്മേ അവ്യപേക്ഷ സുഭകയായിട്ടുള്ള നിന്നെ ഞാൻ സ്തുതിക്കുന്നു അഥവാ പാടി പുകഴ്ത്തുന്നു. ഈ അവ്യപേക്ഷ സുഭക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റ വാചകത്തിലുള്ള അർത്ഥം ഇപ്രകാരമാണ്: ഒന്നിനെയും ആശ്രയിക്കാതെ സമ്പൂർണമായ വൈഭവത്തോടു കൂടി വിളങ്ങി നിൽക്കുന്നവൾ. ഇതാണ് ഒരൊറ്റ വാചകത്തിലുള്ള ഉത്തരം, അതിന്റെ ഒരു പരിഭാഷ എന്നുള്ളത്. പക്ഷെ ആ പരിഭാഷ എപ്രകാരം നമുക്ക് ചിന്തിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവ്യപേക്ഷ എന്നുള്ള പദത്തിന്റെ അതിന് അപേക്ഷ മീൻസ് വ്യപേക്ഷ എന്നുള്ളൊരു പദം. വ്യപേക്ഷ, അപേക്ഷയാണ് പദം, അതിൻ്റെ കൂടെ വി എന്നുള്ളൊരു ഉപസർഗം ചേർക്കും. വ്യപേക്ഷ, വ്യപേക്ഷ ഇല്ലാത്തതാണ് അവ്യപേക്ഷ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വ്യപേക്ഷ? വ്യപേക്ഷ എന്ന് പറയുമ്പോൾ വ്യപേക്ഷ ഇല്ലാത്തത് അവ്യപേക്ഷ. അവ്യപേക്ഷത്തിന് വാചസ്പത്യം എന്നൊരു നിഘണ്ടുണ്ട് സംസ്കൃതത്തിൽ. അതിന് രണ്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ അർത്ഥം വിശേഷണ അപേക്ഷ അഭാവം എന്നാണ് അവ്യപേക്ഷ എന്ന വാക്കിന്റെ അർത്ഥം. ഒന്നാമത്തെ അർത്ഥം വിശേഷണ അപേക്ഷ അഭാവം, വിശേഷണത്തിന്റെ ആശ്രയമില്ലാതെ നിൽക്കുന്ന അവസ്ഥ എന്നർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്നുള്ളത് ഏകാർത്ഥി ഭാവം എന്നാണ്. ഏകാർത്ഥി ഭാവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങൾ പരസ്പരം ചേർന്ന് ഒന്നായിട്ട് മാറും.
ആ ഒന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ചേർന്ന ഘടകങ്ങൾ സ്വതന്ത്രമായ അസ്തിത്വമായി നിൽക്കുന്നില്ല, മറിച്ച് പുതുതായി ഉണ്ടായ ആ ഒന്നായിട്ട് തന്നെ നിൽക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആ സാമ്പാറിൽ കുറെ പച്ചക്കറി കഷ്ണങ്ങൾ സ്വതന്ത്രമായിട്ടുള്ളവയാണ്. വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, മത്തൻ ഒക്കെ എല്ലാം സ്വതന്ത്രങ്ങളാണ്. അതുപോലെ അതിൽ ചേർക്കുന്ന പൊടികൾ എല്ലാം സ്വതന്ത്രങ്ങളാണ്. പക്ഷെ അത് സാമ്പാറായി കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ എന്നുള്ള ഒരൊറ്റ വസ്തുതയേ ഉള്ളൂ. ഏകാർത്തി ഭാവം എന്ന് പറയും, ഒറ്റ വസ്തു. അതിന് പിന്നെ പ്രത്യേകിച്ച് വെണ്ടയ്ക്ക വേറെ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേറെ എന്നില്ല. സാമ്പാർ എന്നുള്ള ഒരൊറ്റ വസ്തു. ഇപ്പൊ നമ്മൾ പറയോ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും അതുപോലെ പൊടികളും ചേർത്ത് ആ കറി തരും എന്ന് പറയില്ല, സാമ്പാറിനെ പറയും. അപ്പൊ ഈ ലോകത്ത് ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ഒന്നായി തീരുകയും ഒരുമിച്ച് ഒന്നായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ തങ്ങളുടെ സ്വതന്ത്ര അസ്തിത്വത്തെ ആ ഒന്നിനു വേണ്ടി സമർപ്പണം ചെയ്യുകയും ചെയ്യും. പിന്നെ തങ്ങളുടെ സ്വതന്ത്ര അസ്തിത്വത്തിൽ അറിയപ്പെടുന്നില്ല, പിന്നെ എന്തിലും അറിയപ്പെടുന്നു? പിന്നെ ആ ഒന്നായിരിക്കുന്ന വസ്തു എന്താണ്, അതിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിനെന്ത് പറയാം? ഏകാർത്തി ഭാവം എന്ന് പറയും. ബോധാനന്ദ സ്വാമികൾക്ക് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു, വലിയൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം അദ്ദേഹം ഗുരുവിൽ സമർപ്പണം ചെയ്തപ്പോൾ ആ പ്രസ്ഥാനം, ബോധാനന്ദ പ്രസ്ഥാനം ഉൾപ്പെടെ ശ്രീനാരായണ പ്രസ്ഥാനത്തിലേക്ക് ലയിപ്പിച്ചു. പിന്നെ അതിന്റെ ഉള്ളില് ശ്രീനാരായണ പ്രസ്ഥാനം വേറെ, ബോധാനന്ദ പ്രസ്ഥാനം വേറെ എന്നില്ല, എല്ലാം ഒന്നാണ്. നമ്മള് പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്മൈൽ സാധനയുടെ ഓരോരോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് 1, 2, 3, 4, 5 ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് കോൺഷ്യസ് വരും. ഞങ്ങൾ 6ാം ഗ്രൂപ്പുകാരാണ്, ഞങ്ങൾ 5ാം ഗ്രൂപ്പുകാരാണ്, ഞങ്ങൾ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കും, പ്രത്യേകിച്ച് വേറെ ചർച്ചയുണ്ട്, ഞങ്ങൾ സ്മൈലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, ഞങ്ങൾ 6ാം ഗ്രൂപ്പുകാരാണ്. ഇങ്ങനെ അതിന്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേക ഒരു ഭാവം വരും. ആ ഭാവം ഉണ്ടാകരുത്. ആ ഭാവത്തിന് പകരം ഇതെല്ലാം ഒന്നാണെന്നുള്ള ഏകാർത്തി ഭാവത്തിലേക്ക് വരുന്ന ഒന്നിനെയാണ് അവ്യപേക്ഷ എന്നുള്ള വാക്കിന്റെ ഒരർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം എന്നുള്ളത് വിശേഷണ അപേക്ഷ അഭാവമാണ്. വിശേഷണം ഒട്ടും തന്നെ ഇല്ല, വിശേഷണത്തിന്റെ ആശ്രയമില്ലാതെ സ്വശക്തിയിൽ വിരാജിക്കുന്നു. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഏകാർത്തി ഭാവമാണ്. ഒരുപാട് ഘടകങ്ങൾ ചേർന്ന ഒരു വസ്തു, ഒരു പുതുതായിട്ടൊരു വസ്തു ഉണ്ടാകുമ്പോൾ ആ വസ്തുവിൽ ഉൾപ്പെട്ട ഘടകങ്ങൾ പിന്നീട് തങ്ങളുടെ സ്വതന്ത്ര അസ്തിത്വത്തെ പ്രകടിപ്പിച്ചു നിൽക്കുന്നില്ല, ആ വസ്തുവായിട്ട് തീരുന്നു. ഉദാഹരണം സാമ്പാർ. സാമ്പാറാണ്. പിന്നെ അതില് വെണ്ടയ്ക്ക, തക്കാളി എന്നുള്ള പല ഘടകങ്ങളും നമ്മൾ നോക്കുന്നില്ല, സാമ്പാർ എന്ന് മാത്രമേ നോക്കുന്നു. ഈ രണ്ട് ഭാവങ്ങളുടെ ഈ അവ്യപേക്ഷ എന്നുള്ള ഈ രണ്ട് അർത്ഥങ്ങൾ, അതിന് രണ്ട് അർത്ഥങ്ങൾ തലത്തിൽ നമുക്ക് ഇതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവ്യപേക്ഷ സുഭഗ എന്നുള്ളതിന്റെ താല്പര്യം ഗ്രഹിക്കാൻ സാധിക്കും. സുഭഗ എന്ന് പറഞ്ഞാൽ സുഷ്ടുഹു ഭഗം, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഐശ്വര്യങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വൈഭവങ്ങൾ ആർക്കുണ്ടോ അവിടെയാണ് സുഭഗ എന്ന് പറയുന്നത്. അപ്പൊ അവ്യപേക്ഷ സുഭഗ എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കണം? അവ്യപേക്ഷ സുഭഗ എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ ആദ്യം രണ്ട് അവ്യപേക്ഷയുടെ അർത്ഥങ്ങൾ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ അർത്ഥം എന്തായിരുന്നു? വിശേഷണ അപേക്ഷ അഭാവമാണ്, വിശേഷണങ്ങളാൽ രഹിതമായിരിക്കുന്നത്. ലോകത്ത് ഒരാൾക്ക് ഐശ്വര്യം വരുന്നത് എപ്പോഴും ഒന്ന് അദ്ദേഹത്തോട് ചേരുമ്പോഴാണ്. നമുക്കറിയാം, സൗന്ദര്യം എന്ന് പറയുമ്പോൾ നല്ല വെളുത്ത നിറം, ഒരു വിശേഷണം ചേരുന്നു അതിനോട്. നല്ല നീണ്ട തലമുടി. കാരണം സൗന്ദര്യത്തിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ, ആ വിശേഷണങ്ങൾ അതിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ സൗന്ദര്യം നഷ്ടപ്പെടും. ഒരു കാലത്ത് പലരെയും ആകർഷിച്ച സിനിമാ നടിമാര് അവർ പ്രായമാകുന്ന സമയത്ത് അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു. സൗന്ദര്യത്താൽ അവർക്ക് പിന്നീട് ജനതയെ പഴയ പോലെ ആകർഷിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവരും സുഭഗയാണ്. സുഭഗ എന്ന് പറയുമ്പോൾ സൗന്ദര്യവും പ്രശസ്തിയും അതുപോലെ കീർത്തിയും എല്ലാം തന്നെ സുഭഗ എന്ന് പറയുന്ന ആ ഗുണത്തിൽപ്പെടുന്നു. പക്ഷെ ആ സുഭഗ എപ്രകാരമുള്ളതാണ്? അത് വിശേഷണയുക്തമായതാണ്. ഒന്നുകിൽ അവരുടെ നല്ല നീണ്ട തലമുടി, തിളക്കമുള്ള കണ്ണുകൾ, ചുളിയാത്ത മുഖം, വെളുത്ത നിറം. പക്ഷെ ഈ വിശേഷങ്ങളെല്ലാം തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇല്ലാതായിട്ട് മാറും. ഇപ്പൊ ലോകത്തിലെ ആരെയും തന്നെ നമുക്ക് ഇതിന്റെ ആധാരത്തിൽ അവ്യപേക്ഷ സുഭഗ എന്ന് വിളിക്കാൻ സാധിക്കില്ല. നോക്കൂ, നമ്മുടെ അടുത്ത് ഒരുപാട് ധനമുണ്ട്. ധനം എന്താണ്? സുഭഗയാണ്. സുഭഗ മീൻസ് ഒരു ഭഗമാണ്, ഒരു ഐശ്വര്യമാണ് ധനം. ആ ധനം നമ്മളെടുത്ത് ഉള്ള കാലം വരെയാണ് സുഭഗൻ.
ആ ധനമില്ലെങ്കിലോ നാം എന്ന് പറയുന്ന വ്യക്തി അവിടെ അപ്പോഴും ഉണ്ട്. നാം എന്ന് പറയുന്ന വ്യക്തി ഇല്ലാതായിട്ടില്ല. പക്ഷെ നമ്മുടെ അടുത്ത് നിന്ന് തൊലി ചുളിഞ്ഞു കഴിഞ്ഞാൽ, നിറം മങ്ങിക്കഴിഞ്ഞാൽ സൗന്ദര്യം എന്ന സുഭഗ നഷ്ടപ്പെടുന്നു. നമ്മുടെ അടുത്ത് നിന്ന് ധനം മാറിക്കഴിഞ്ഞാൽ സമ്പത്ത് എന്ന് പറയുന്ന സുഭഗ നഷ്ടപ്പെടുന്നു. നമ്മുടെ അടുത്ത് നിന്ന് അല്പം ഓർമ്മശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ നാം ഇത്രയും കാലം ശേഖരിച്ച ഡാറ്റാസ്, അറിവ്, ഇൻഫോർമേഷൻസ് അത് നഷ്ടപ്പെടുന്നു. നമ്മുടെ എല്ലാം സുഭഗത്വം എന്ന് പറയുന്നത് വിശേഷണയുക്തമാണ്. എന്നാൽ ദേവിയുടെ സുഭഗത്വം എന്താണ്? ദേവിയുടെ സുഭഗത്വം എന്ന് പറയുന്നത് ഒരു ഉപാധികളെയും ആശ്രയിച്ചല്ല, ഒരു വിശേഷണത്തെയും ആശ്രയിച്ചല്ല. ദേവി വ്യാവഹാരിക തലത്തിൽ ദേവിയുടെ സാങ്കോപാംഗം വർണ്ണിക്കുമ്പോൾ ഇപ്രകാരം തലമുടി തൊട്ട് എല്ലാം വർണ്ണിക്കും. പക്ഷെ അത് ഉണ്ടായാലും ഇല്ലെങ്കിലും ദേവിയുടെ സുഭഗത്വത്തിന് ഒരു കുറവുണ്ടാവില്ല. അതുകൊണ്ടാണ് വിശേഷണ അപേക്ഷ അഭാവം എന്നുള്ള അർത്ഥത്തിൽ അവ്യപേക്ഷ എന്നുള്ള വാക്കോടെ കുമാരനാശൻ പ്രയോഗിച്ചത്. അവ്യപേക്ഷ സുഭഗ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പൂർണമായ ഐശ്വര്യവും സൗന്ദര്യവും അലങ്കാരങ്ങളും യാതൊരു ഉപാധികളെയും വിശേഷണങ്ങളെയും ആശ്രയിച്ചുണ്ടായതല്ല. എന്ന് മാത്രമല്ല, ദേവി ഇനി എന്തെങ്കിലുമൊക്കെ ഒരു അലങ്കാരങ്ങളെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ അലങ്കാരങ്ങൾ പോലും പ്രക്ഷോഭിക്കുന്നത് ദേവിയുടെ സാന്നിധ്യം കൊണ്ടാണ്. ദേവി ഒരുപാട് അലങ്കാരങ്ങൾ ധരിച്ചിട്ടുണ്ട്. നമ്മൾ കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ, സ്തോത്രങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ദേവിയുടെ അലങ്കാരങ്ങളെ വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ ആ അലങ്കാരങ്ങൾ പോലും പ്രക്ഷോഭിക്കുന്നത് ദേവിയുടെ സാന്നിധ്യം കൊണ്ടാണ്. എന്നാൽ ലോകവ്യവഹാരത്തിൽ അലങ്കാരങ്ങൾ കൊണ്ട് നമ്മൾ പ്രക്ഷോഭിക്കുന്നു. ആ അലങ്കാരത്തെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശോഭ അസ്തമിക്കും. അപ്പൊ അലങ്കാരങ്ങൾ വിശേഷണങ്ങളാണ്. ആ വിശേഷണങ്ങളെ ആശ്രയിച്ചാണ് നമ്മളിലെ സുഭഗത്വമുള്ളത്. എന്നാൽ ജഗദംബികയുടെ സുഭഗത്വം വിശേഷണത്തെ ആശ്രയിച്ചല്ല, അവ്യപേക്ഷമാണ്. അവ്യപേക്ഷ സുഭഗ എന്ന് പറയും. വ്യപേക്ഷ ഇല്ലാത്ത, നിരപേക്ഷമായിരിക്കുന്ന സുഭഗത്വമാണ് ദേവിക്കുന്നത്. അപ്പൊ ഇത് അവ്യപേക്ഷയുടെ ഒന്നാമത്തെ അർത്ഥത്തിന്റെ ഒരു ചിന്തനമാണ്. ഈ അവ്യപേക്ഷയുടെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഏകാർത്തി ഭാവം എന്ന് നമ്മൾ പഠിച്ചു. ഏകാർത്തി ഭാവം എന്ന് പറയുന്നത് എന്താണ്? ഏകാർത്തി ഭാവം എന്ന് പറയുമ്പോൾ ഏകത്വ ഭാവം തന്നെ. ജഗദംബിക അനേക നാമരൂപങ്ങളാൽ പ്രകടമാകുന്നു. പക്ഷെ ഈ അനേക നാമരൂപങ്ങളെല്ലാം ഏതൊന്നിലേക്കാണോ ചേർന്നിരിക്കുന്നത്? ബ്രഹ്മാശ്രിതമായ മായ എന്ന് പറയുന്ന സത്യം. ആ സത്യം ഏകമാണ്. അതിൽ അനേക വൈചിത്ര്യങ്ങൾ, മീനായതും മാനായതും തുടങ്ങിയുള്ള അനേക വിഭിന്നതകൾ, ആ വിഭിന്നതകളെല്ലാം തന്നെ ബ്രഹ്മാശ്രിതമായിരിക്കുന്ന മായാശക്തിയിൽ സമന്വയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ തലത്തിൽ ദേവി ആരാണ്? അത് ഏകത്വഭാവം എന്ന തലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സുഭഗത്വം എന്ന് പറയുന്നത് ഈ ഏകത്വമാണ്. ഏകത്വത്തിൽ എല്ലാം സമന്വിതമായി കഴിഞ്ഞു. ഈ ലോകത്തുള്ള നമുക്കൊരു വ്യക്തിക്ക് എത്രത്തോളം ഐശ്വര്യം തരാൻ പറ്റും? ആ ഐശ്വര്യത്തിന്റെ പരമാവധി എത്രയാണ്? പരമാവധി എന്ന് പറയുന്നത് പരിധി എത്രയാണ്? എത്ര നേടിക്കഴിഞ്ഞാലും പിന്നെയും പ്രപഞ്ചം ഇവിടെ ബാക്കി കിടക്കുന്നു. ഇപ്പൊ നമ്മൾ ഭൂമിയിൽ വിലപിടിപ്പുള്ള കുറച്ച് ധാതുക്കൾ, സ്വർണം തുടങ്ങിയ ധാതുക്കൾ നമ്മുടെ കയ്യിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. സ്വർണം നമുക്കറിയോ, ഈ ഭൂമിക്ക് വെളിയിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സ്വർണം എന്നുള്ള മൂലകം ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ലല്ലോ. ഇനി മൂല്യവത്തായ എന്തൊക്കെ മൂലകങ്ങൾ ഈ അണ്ടകടാഹത്തിൽ, ഈ ജഗത്തിലുണ്ട്. അപ്പൊ ഒരാൾ ഏറ്റവും വലിയ ധനവാൻ, ഏറ്റവും വലിയ സുഭഗത്വമുള്ളയാളെന്ന് എപ്പോൾ പറയാം? ഈ ജഗത്തിന്റെ മുഴുവൻ അധിപതിയായിട്ട് തീരുമ്പോൾ. ഇപ്പൊ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടവും ഏകാർത്തി ഭാവത്തിൽ ദേവിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നു? ദേവിയുടെ പരമമായ സ്വരൂപം ബ്രഹ്മാശ്രയമായിരിക്കുന്ന മായ, ബ്രഹ്മാശ്രയ സ്വരൂപിണി എന്ന അവസ്ഥയിൽ. അപ്പൊ ആ അവസ്ഥയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുഭഗത്വം ദേവിക്കുണ്ട്. ആ അവസ്ഥ എന്താണ്? ഏകാർത്തി ഭാവമാണ്. അവ്യപേക്ഷ എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥമാണ് ഏകാർത്തി എന്നുള്ളത്. ഏകാർത്തി എന്ന് പറയുമ്പോൾ എല്ലാ വൈചിത്ര്യങ്ങളും എല്ലാ വിഭിന്നതകളും ഒന്നിലേക്ക് സമന്വിതമായിരിക്കും. അപ്പോ ആ അർത്ഥത്തിൽ എന്താണ്? അവ്യപേക്ഷ സുഭഗയാണ് ദേവി. ഇത്രയും പറഞ്ഞതിന് ഒന്നും കൂടി ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അവ്യപേക്ഷം എന്ന് പറഞ്ഞ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് വിശേഷണ അപേക്ഷ അഭാവമാണ്, വിശേഷണങ്ങൾ ഇല്ലാതെ ഒന്ന് അതായി നിലനിൽക്കുന്നു. രണ്ട് ഏകാർത്തി ഭാവമാണ്, എല്ലാ ഘടകങ്ങളും പൊതുവായി ഒന്നും ലയിക്കുന്നു. ഇപ്പൊ സുഭഗത്വം എന്ന് പറഞ്ഞാൽ ധനം, ധാന്യം, പദവി, കീർത്തി,
സൗന്ദര്യം, ഇതിനെല്ലാം സുഭഗത്വം എന്ന് പറയാം. ഈ സുഭഗത്വം വ്യാവഹാരിക തലത്തിൽ വിശേഷണങ്ങൾ ചേർന്നാലേ കിട്ടുള്ളൂ. എന്നെ ധനവാൻ എന്ന് പറയണമെങ്കിൽ ഞാൻ സ്വയം ധനം ഉത്പാദിപ്പിക്കുന്നില്ല, മറിച്ച് ധനം എന്നോട് ചേരണം, ധനമാകുന്ന വിശേഷണം എന്നോട് ചേരണം. അപ്പോൾ ഞാൻ ധനവാൻ. വിശേഷണം പോയി കഴിഞ്ഞാലോ ധനമില്ലാത്തയാൾ. സൗന്ദര്യത്തിന്റെ മാനദണ്ഡങ്ങളാകുന്ന വിശേഷണങ്ങൾ എന്റെ അടുത്ത് ചേരണം. നീണ്ട തലമുടി, നീല കണ്ണുകൾ, വെളുത്ത നിറം, ഇങ്ങനെ ലോകത്ത് എന്തൊക്കെയാണ് കൽപ്പിച്ചിരിക്കുന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ സൗന്ദര്യവാൻ അല്ലെങ്കിൽ സൗന്ദര്യവതി എന്ന് പറയും. അപ്പൊ അതെന്താണ്? വിശേഷണ അപേക്ഷ സുഭഗത്വമാണ്. എന്നാൽ ദേവി ആരാണ്? അവ്യപേക്ഷ സുഭകയാണ്. ഇതൊക്കെ ഈ അലങ്കാരങ്ങളും ഉപാധികളും വിശേഷണങ്ങളും അത് ചേർന്ന് കഴിഞ്ഞാലും ദേവി സുഭകയാണ്, അതില്ലെങ്കിലും ദേവി സുഭകയാണ്. അത് ചേർന്ന് കഴിഞ്ഞാൽ ദേവിയിൽ കൽപ്പിക്കപ്പെട്ട എല്ലാ അലങ്കാരങ്ങൾക്ക് പോലും മഹിമയുണ്ടാകുന്നത് അത് ദേവിയോട് ചേർന്നു എന്നുള്ള കാരണം കൊണ്ടാണ്. രണ്ടാമത്തെ അർത്ഥം ഏകാർത്ഥിഭാവം. ലോകത്തിലെ ഏറ്റവും വലിയ സുഭഗത്വം എന്താണ്? ഈ ലോകത്തിന്റെ തന്നെ അധിപതിയായി തീരുക എന്നുള്ളതാണ്. ലോകത്തിന്റെ അധിപതിയായി തീർന്നു കഴിഞ്ഞാൽ സർവ സുഭഗത്വം നമുക്ക് അനുഭവിക്കാം. ഈ ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാ വൈചിത്ര്യങ്ങളും ഏകമായി ഏതൊരു ശക്തിയിൽ വിലയം പ്രാപിക്കുന്നുവോ അത് ദേവിയാണ്. ബ്രഹ്മാശ്രയമായിരുന്ന ദേവിയാണ്. അതുകൊണ്ട് ഏകാർത്ഥിഭാവം എന്നുള്ള അർത്ഥത്തിലും ദേവി സുഭകയാണ്, അവ്യപേക്ഷ സുഭകയാണ്. ഇപ്രകാരം അവ്യപേക്ഷ സുഭകയായിട്ടുള്ള നീ ഭവതി ദേവി ജഗദംബിക ശാരദാദേവി എന്നാൽ പുകഴ്ത്തപ്പെടുന്നു, ഞാൻ സ്തുതിക്കുന്നു. അപ്പൊ നോക്കൂ, അങ്ങനെയുള്ള ദേവിയെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വൈഭവങ്ങൾ ഉയരുകയല്ലേ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ നിരന്തരം ദുഃഖത്തെയും നിരാശയെയും ഇങ്ങനെ സ്മരിച്ച് ആ ദുഃഖത്തെയും നിരാശയെയും നമ്മൾ പുകഴ്ത്തുന്നുണ്ട്. നമ്മൾ ദുഃഖത്തെ പുകഴ്ത്തുന്നില്ല എന്ന് പറയുന്നില്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദുഃഖത്തെ പുകഴ്ത്തുന്നുണ്ട്. കാരണം ദുഃഖത്തിൽ അഭിരമിച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ്. മനസ്സിന്റെ ഏറ്റവും നിഗൂഢമായ ഒരു കബളിപ്പിക്കലാണ് ദുഃഖത്തെ പോലും എന്ത് ചെയ്യിപ്പിക്കും? ആസ്വാദന വിഷയമാക്കി മനസ്സ് മാറ്റിത്തരും. ഞാനിതിനു മുമ്പ് ദർശനമാലയിലും മറ്റു പല ക്ലാസ്സുകളിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദുഃഖം വരുന്നത് ആർക്കും ഇഷ്ടമില്ല. പക്ഷെ അത്യധികം ദുഃഖത്തെ തരുന്ന സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു, കരയുന്നു. ഈ അടുത്ത സോഷ്യൽ മീഡിയ ട്രെൻഡായ, ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായ വീഡിയോസ് ആണ് പഴയ സിനിമ ആകാശദൂത്. ആ ആകാശദൂത് അന്നത്തെ തലമുറകൾ കണ്ടതാണ്. പക്ഷെ ഇന്നത്തെ ഈ ജൻസയുടെ തലമുറ പലരും അത് സിനിമയിൽ നേരിട്ട് സ്ക്രീനിൽ കണ്ടിട്ടില്ല, വലിയ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല. മാത്രമല്ല അവരുടെ ഒരു ലിസ്റ്റിൽ ഈ സിനിമയൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? അമ്മമാര് അല്ലെങ്കിൽ വീട്ടിലെ ആളുകള് ടിവിയിൽ ആ സിനിമ അവർക്ക് ഇട്ട് കാണിച്ചു കൊടുക്കുന്നു. അവർ ആ സിനിമയെ നോക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് സീനുകളൊക്കെ വരുമ്പോൾ അവരിങ്ങനെ കരയുന്നു. പിള്ളേർ 9ലും 10ലും 7ലും പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അതുകൊണ്ട് കരയുന്നു. ആ വീഡിയോ എടുത്തിട്ട് ആകാശദൂത് ട്രെൻഡ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അത്യധികം ആ ആകാശദൂത് സിനിമയിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ, ക്യാൻസർ വന്ന് മരിക്കുക, എല്ലാവരും ഒറ്റപ്പെട്ടു പോവുക, അകന്നു പോവുക, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷെ അങ്ങനെ നടക്കുന്ന ആ കാഴ്ചകളെ നമ്മൾ കാണുന്നു, നമുക്ക് ആസ്വദിക്കുന്നത് കൊണ്ടാണല്ലോ കാണുന്നത്. അപ്പൊ ദുഃഖത്തെ ആസ്വദിക്കാൻ മനസ്സിന് താല്പര്യമുണ്ട്. ദുഃഖത്തെ പോലും മനസ്സിങ്ങനെ പാടിപ്പുകഴ്ത്തും. കാരണം മനസ്സിന്റെ ഏറ്റവും നിഗൂഢമായ ഒരു ഭാവമാണ് ദുഃഖത്തെ ആസ്വദിക്കുക. ദുഃഖത്തെ ആസ്വദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ദുഃഖങ്ങളായിരിക്കും. കാരണം ആസ്വാദന വിഷയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിൽ ഏതൊന്നിനെ നമ്മൾ പാടിപ്പുകഴ്ത്തുന്നുവോ, ഏതൊന്നിനെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നുവോ, അത്തരം സാഹചര്യങ്ങൾ നിരന്തരം വന്നു ചേരും. നമ്മൾ നമ്മുടെ വ്യക്തിപരമായി ചിന്തിച്ചാൽ മതി. ഒരു വ്യക്തി കഴിഞ്ഞു പോയ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദുഃഖത്തെ ഉണ്ടാക്കിയ കാര്യങ്ങൾ, ആ ദുഃഖത്തെ ഉണ്ടാക്കിയ കാര്യങ്ങൾ നിരന്തരം സ്മരിച്ച് അതിലിങ്ങനെ മുഴുകിയിരിക്കും. എന്നിൽ നിന്ന് അവൻ നഷ്ടപ്പെട്ടു, അവൾ നഷ്ടപ്പെട്ടു, ഞാൻ അവനെ അത്രമാത്രം സ്നേഹിച്ചു, അവൻ മറ്റൊരാൾ വിവാഹം കഴിച്ചു, ഞാൻ അവനെ അത്രമാത്രം സ്നേഹിച്ചു, പക്ഷെ അവൻ നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങളാണ് ദുഃഖത്തെ ഉണ്ടാക്കിയത് അതിനെ നിരന്തരം സ്മരിച്ച് നമ്മൾ ഇങ്ങനെ മണിക്കൂറുകൾ മുഴുകിയിരിക്കും. എന്തുകൊണ്ടാണ്? ആ ദുഃഖത്തിൽ ഒരു ആസ്വാദനം കണ്ടെത്താൻ മനസ്സ് ശ്രമിക്കുന്നു. ഒരു ലഹരി നമ്മുടെ ശരീരത്തിന് ഉപദ്രവമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ലഹരി, മദ്യത്തിലും മയക്കുമരുന്നിലും ആസ്വാദനം കണ്ടെത്താൻ മനസ്സ് ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് വിധേയപ്പെട്ടു പോകുന്നത്. അപ്പൊ മനസ്സിന്റെ ഈ പുകഴ്ത്തൽ ലോകത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സങ്കല്പത്തിലേക്കാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ശ്രേഷ്ഠമയമായി തീരും.
ദുഃഖത്തിലും ദുരിതത്തിലും അഭിരമിക്കാനുള്ള മനസ്സിന്റെ അഭാവത്തെ ത്വം മയാ പ്രഗീയസേ, എന്നാൽ നീ പുകഴ്ത്തപ്പെടുന്നു, നീ സ്തുതിക്കപ്പെടുന്നു എന്ന ഭാവത്തിലേക്ക് ഉയർന്ന് ഏറ്റവും ഉന്നതമായിരിക്കുന്ന ദേവിയുടെ ഗുണഗണങ്ങളെ നാം സ്തുതിക്കുകയാണെങ്കിൽ, അതിനെ സ്മരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ ഇതിന്റെ മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു, ഒരു സാധകന്റെ മീൻസ് ഒരു സിദ്ധന്റെ ലക്ഷണമാണ് സാധകന്റെ സാധന എന്ന് പറയുന്നത്. ഒരു സിദ്ധന്റെ ലക്ഷണം എന്തൊക്കെയാണോ ആ ലക്ഷണം എന്താണ്? ഒരു സാധകന്റെ സാധനയാണ്. ദേവിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണോ അതൊരു സാധകന്റെ സാധനയാണ്. ദേവിക്ക് അത് സ്വാഭാവികമായിട്ട് ദേവിയുടെ വിശേഷണമാണ്, അവ്യപേക്ഷ സുഭക എന്നുള്ളത്. പക്ഷെ ഒരു സാധകനെ സംബന്ധിച്ച് ആ വിശേഷണം സാധകന്റെ സാധനയാണ്. ആ വിശേഷണത്തെ നിരന്തരം മഹിമ ചെയ്ത് വിചിന്തനം ചെയ്ത് അതിനെ ചിന്തിച്ച് അതിനെ പാടിപ്പുകഴ്ത്തി തൻ്റെ ജീവിതം താൻ പോലും അറിയാതെ ഈ അവ്യപേക്ഷ സുഭഗത്വത്തിലേക്ക് ഉയരും. അത് ഉറപ്പായിട്ട് വരും. നമ്മുടെ ആരാധ്യ വിഷയം വളരെ സാത്വികമായിരിക്കുന്ന പ്രേമസ്വരൂപിണിയാണെങ്കിൽ എത്ര കഠിന ഹൃദയനും ആ പ്രേമസ്വരൂപിണിയെ ഉപാസിച്ച് ആ പ്രേമസ്വരൂപിണിയുടെ ഗുണഗീതങ്ങൾ കീർത്തനങ്ങൾ ചൊല്ലി ഒരു ഘട്ടം കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ വല്ലാത്ത പ്രേമഭാവം നിറയും. എല്ലാവരോടും കാരുണ്യം വരും, സഹാനുഭൂതി വരും, സ്നേഹം നിറയും. അതുപോലെ നമ്മുടെ ആരാധ്യ വിഷയം വളരെ ശക്തിമത്ത്, വളരെ രൂക്ഷമാണെങ്കിൽ, തീവ്രമാണെങ്കിൽ എത്ര ലോലഹൃദയൻ, ഒരു ചെറിയ വാക്ക് കേൾക്കാൻ പോലും ത്രാണിയില്ലാത്ത ലോലഹൃദയനായ വ്യക്തിയാണെങ്കിൽ കൂടിയും അങ്ങനെയുള്ള ഒരു ആരാധ്യനെ ഉപാസിച്ച് ആ ആരാധ്യന്റെ ഗുണഗീതങ്ങളെ ഗുണഗാനങ്ങളെ നിരന്തരം പാടുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഉള്ളിൽ അതിതീവ്രമായ ശക്തി വരും. നേരത്തെ വളരെ ലോലൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഭൂമി കുലുങ്ങിയാലും കുലുങ്ങാത്ത മാനസികാവസ്ഥ വരും. എന്തുകൊണ്ട്? ആരാധ്യന്റെ സ്വഭാവം എങ്ങനെയാണോ അതിനെ പ്രകീർത്തിക്കുമ്പോൾ അത് നമ്മളിലേക്കും വരും. ദേവിയുടെ മഹിമ എന്താണ്? സാധകന്റെ സാധനയാണ്. ദേവിയുടെ മഹിമ ദേവിയുടെ ലക്ഷണമാണ്. ആ ലക്ഷണം സാധകന്റെ സാധനയാണ് എന്ന് മനസ്സിലാക്കും. അപ്പൊ അവ്യപേക്ഷ സുഭഗയെ നമ്മൾ ഇപ്രകാരം ചിന്തിച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ വിശേഷണമായിട്ട് കുമാരനാശൻ പറയുന്നു, ഹേ അംബ ദുദഭേദ വേദന സാത്വം മയാ പ്രഗീയസി. അല്ലയോ അമ്മേ, ഭേദചിന്തകളെ തകർത്തവളായ നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്ന് പറയുന്നു. ദുദ എന്ന് പറയുമ്പോൾ തകർക്കുക, ഇല്ലാതാക്കുക, നശിപ്പിക്കുക, ഇളക്കുക എന്ന് ഒരുപാട് അർത്ഥമുണ്ട്. തകർക്കുക എന്ന് പറഞ്ഞെടുക്കുക. ദുദ ഭേദവേദന. വേദന എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അയ്യോ വേദന, ആ വേദനയല്ല. വേദന എന്ന് പറയുമ്പോൾ സംവേദന, അറിയുക, വിധ അറിയുക. ഭേദവേദന എന്ന് പറയും ഭേദചിന്ത എന്നർത്ഥം. ഭേദചിന്തകളെ തകർത്തവളും ആയിരിക്കുന്ന നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു. അപ്പൊ ദേവിയെ സംബന്ധിച്ച് ഇവിടെ ഭേദഭാവനയില്ല. നിന്നിൽ എന്തി കാണുന്ന വൈപരീത്യം ബ്രഹ്മവിദ്യയെ എന്ന് കുമാരനാശാൻ ബ്രഹ്മവിദ്യയെ, അതായത് ജഗദംബികയെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മവിദ്യ എന്ന് പറയാൻ ദേവി തന്നെയാണ്. അപ്പൊ ബ്രഹ്മവിദ്യ എന്താണ് ഉദ്ഘോഷിക്കുന്നത്? ബ്രഹ്മവിദ്യ ഉദ്ഘോഷിക്കുന്നത് ഈ കാണപ്പെടുന്ന ലോകത്ത് സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണെന്നാണ്. ബ്രഹ്മവിദ്യയുടെ ആധാരത്തിൽ നമ്മുടെ ഉള്ളിൽ നല്ല ഗ്രേഡ് കൂടിയ ബ്രഹ്മവും അപ്പുറത്തുള്ള ആളുടെ ഉള്ളിൽ ഇച്ചിരി ഗ്രേഡ് കുറഞ്ഞ ബ്രഹ്മവും എന്നില്ല. ലോകത്ത് ഏകത്വം ഈ രീതിയിൽ പറഞ്ഞ ഒരേ ഒരു ദർശനമാണ് ബ്രഹ്മവിദ്യ അഥവാ അദ്വൈതം. നമ്മൾ ലോകത്തിലെ മറ്റേതൊരു ദർശനത്തെ എടുത്തു നോക്കും, അവിടെ എല്ലാം തന്നെ നമുക്ക് ഭേദങ്ങൾ കാണാൻ സാധിക്കും. മനുഷ്യനെ പല പല തട്ടുകളിലാക്കി മാറ്റുന്നു. വിശ്വാസിയും അവിശ്വാസിയുമാക്കി മാറ്റും. ഞാൻ വിശ്വാസിയാണ്, ഞാൻ സത്യവിശ്വാസിയാണ്, നീ അവിശ്വാസിയാണ്. അതുകൊണ്ട് നീ എത്ര ശ്രേഷ്ഠനായി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും നീ അവിശ്വാസിയായത് കാരണം ആത്യന്തികമായിട്ട് നീ നരകത്തിലേക്ക് പോകും. നരകത്തിൽ പോകണമെന്നില്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ വിശ്വാസ മാർഗത്തിലേക്ക് വരും. എന്തുകൊണ്ട്? കാരണം ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ ഗ്രേഡ് കൂടിയ ഈശ്വരനാണ്, നീ വിശ്വസിക്കുന്ന ഈശ്വരൻ ഗ്രേഡ് കുറഞ്ഞ ഈശ്വരനാണ്. അപ്പൊ ലോകത്ത് ഏത് ഈസം നമ്മൾ, അത് ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, മതപരമാകട്ടെ, എല്ലാത്തിലും മനുഷ്യനെ വിവിധ പ്രകാരത്തിൽ വേർതിരിച്ചിരിക്കുന്നു. തൊഴിലാളിയും മുതലാളിയുമാക്കി മാറ്റുന്നു. ഞങ്ങളൊക്കെ തൊഴിലാളികൾ, നിങ്ങളൊക്കെ ബൂർഷ്വാസി മുതലാളികൾ, ഞങ്ങളൊക്കെ സത്യവിശ്വാസികൾ, നിങ്ങളൊക്കെ അവിശ്വാസികൾ, ഞങ്ങളൊക്കെ സ്വർഗസ്ഥരായ പിതാവിന്റെ ആൾക്കാർ,
നിങ്ങളൊക്കെ നരകത്തിലേക്ക് പോകുന്ന. ഇങ്ങനെ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇതിലൊക്കെ വിഭാഗീയതയുണ്ട്. എന്നാൽ ഒരു പ്രകാരത്തിലുമുള്ള വിഭാഗീയത ഇല്ലാത്ത, ഞാൻ പറഞ്ഞു വരുന്നത് വ്യവഹാര തലത്തിലല്ല, സിദ്ധാന്തം എന്ന രീതിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വ്യവഹാര തലത്തിലേക്ക് ഭിന്നതയുണ്ട്, വരുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ സിദ്ധാന്തം എന്ന രീതിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഉള്ളിലും അവന്റെ ഉള്ളിലും ഒരു പട്ടിയുടെ ഉള്ളിലും പൂച്ചയുടെ ഉള്ളിലും പുൽക്കൊടിയുടെ ഉള്ളിലും കുടികൊള്ളുന്നത് ഒരേ അളവിലുള്ള ബ്രഹ്മതത്വമാണ്. സർവം ഹി സച്ചിദാനന്ദം, എല്ലായിടത്തും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ കുടികൊള്ളും. അത് ഉദ്ഘോഷിക്കുന്നത് ഈ അദ്വൈത ദർശനം ബ്രഹ്മവിദ്യ മാത്രമാണ്. ബാക്കി ഏതെങ്കിലും ദർശനം അങ്ങനെയുണ്ടോ? അതൊക്കെ എല്ലാ ദിവസവും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ ഭേദചിന്ത ഉണ്ട്, ഭേദചിന്തയ്ക്ക് സ്ഥാനമുണ്ട്. പക്ഷെ എല്ലാത്തിലും ഒരേ ഒരു ഭഗവാൻ കുടികൊള്ളുന്നു, ഒരേ ഒരു ഈശ്വരൻ കുടികൊള്ളുന്നു. ഇനി അവിശ്വാസിയായ വ്യക്തിയാണെങ്കിലും നിരീശ്വരവാദിയായ വ്യക്തിയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ മോശക്കാരനായ വ്യക്തിയാണെങ്കിലും ഏറ്റവും നല്ല വ്യക്തിയാണെങ്കിൽ കൂടിയും അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് എന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അതേ ബ്രഹ്മം തന്നെയാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ദർശനമാണ് ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യക്ക് ആശ്രയമായിരിക്കുന്ന, ആ ബ്രഹ്മവിദ്യക്ക് ഇരിപ്പിടമായിരിക്കുന്ന തത്വമാണ് ദേവി. ബ്രഹ്മവിദ്യാ സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ മുമ്പിൽ എന്തില്ല? ദേവിയുടെ മുമ്പിൽ ഭേദവേദനയില്ല. വേദന എന്ന് പറയുമ്പോൾ അറിയുക, ഭേദചിന്തയില്ല. ആര് ഉപാസിച്ചാലും ആര് പ്രാർത്ഥിച്ചാലും ദേവി രണ്ട് കൈയിലിട്ട് സ്വീകരിക്കും. റാണി രാസമയി, നമ്മളെപ്പോഴും നമ്മുടെ പ്രഭാഷണത്തിൽ പറയുന്ന ഒരു പരാമർശമാണ് റാണി രാസമണി. ബംഗാളിലെ ധീവര സമുദായത്തിൽ ജനിച്ച ഒരു സാധാരണ വീട്ടമ്മ. അവരുണ്ടാക്കിയ ദക്ഷിണേശ്വരം ക്ഷേത്രമല്ലേ ഇത്ര ലോകപ്രസിദ്ധമായിട്ട് മാറിയത്. അന്നത്തെ തീവ്രമായിരിക്കുന്ന സമൂഹത്തിൽ ആ ജാതി ചിന്തകളെ അടിസ്ഥാനമാക്കുകയാണെങ്കിൽ ആ സമുദായത്തിൽ ജനിച്ച ഒരു അമ്മയ്ക്ക് ഒരു ക്ഷേത്രം ഉണ്ടാക്കുവാനും കഴിയില്ല. പക്ഷേ ജഗദംബിക, സാക്ഷാൽ ജഗദംബിയെ കുടികൊള്ളുന്ന ആ ക്ഷേത്രം വിശ്വപ്രസിദ്ധമായിട്ട് മാറി. എന്നാൽ ബ്രാഹ്മണോത്തമന്മാർ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളോ സാധാരണ പോലെ നടന്നു. ദേവി അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. പലരും പല ക്ഷേത്രം ഉണ്ടാക്കി, അതിലൊരു ക്ഷേത്രം ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഉയർന്നു, അതിന്റെ മഹിമ കൊണ്ട്, കീർത്തി കൊണ്ട്. എന്നാൽ ആ ക്ഷേത്രം ഉണ്ടാക്കിയതാകട്ടെ അന്നത്തെ സമൂഹം പിന്നോക്കം എന്ന് മുദ്രകുത്തി വിളിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു അമ്മ. ആ അമ്മയുടെ ഭക്തിയെ ദേവി എത്രമാത്രം ലോകസമക്ഷം കാണിച്ചു കൊടുത്തു. അതുപോലെ തമിഴ്നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന സിദ്ധൻ, 63 നായന്മാർ സിദ്ധന്മാരിൽ പ്രമുഖനായി കണ്ണപ്പ നായനാർ. ആ കണ്ണപ്പ നായനാർ ഒരു വനവാസി വിഭാഗത്തിൽ ജനിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ആ തീവ്രമായ ഭക്തി കൊണ്ട് ഈശ്വരൻ ലോകത്തിലെ ഏറ്റവും തമിഴ് ജനതയുടെ ഗുരുവാക്കി അദ്ദേഹത്തെ മാറ്റിയില്ലേ? എന്തുകൊണ്ട് മാറ്റി? കാരണം ദ്വിതഭേദ വേദനയാണ്. ദേവി എല്ലാ പ്രകാരത്തിലുള്ള ദ്വൈതഭാവങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്നവളാണ്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ എത്രമാത്രം അഹങ്കാരം വെച്ചാലും ദ്വൈതചിന്ത വെച്ചു കഴിഞ്ഞാലും നാം ദേവിയുമായിട്ട് എത്രത്തോളം അടുക്കുന്നു അത്രത്തോളം ദേവി ആ ചിന്തകളെല്ലാം തകർത്ത് തരിപ്പണമാക്കി കളയും. അപ്പൊ ഹേ അംബ ദുഃഖഭേദ വേദന സാത്വം മയാ പ്രഗീയസി, അല്ലയോ അമ്മേ, അല്ലയോ ജഗദംബികെ, ഭേദചിന്തകളെ തകർത്തവളായ നീ എന്നാൽ പുകഴ്ത്തപ്പെടുന്നു, എന്നാൽ സ്തുതിക്കപ്പെടുന്നു. അങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സാധകന്റെ ഉള്ളിൽ അദ്വൈതം നിറഞ്ഞു വിളങ്ങി നിൽക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി കുമാരനാശൻ അടുത്ത ഒരു മനോഹരമായ ഒരു വിശേഷണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഹേ അംബ സ്വയം രസമയി സാത്വം മയാ പ്രഗീയസേ, അല്ലയോ അമ്മേ, സ്വയം രസമയിയായ നീ എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പൊ ദേവി ആരാണ്? രസമയിയാണ്. മയിട്ട് പ്രത്യേകം. മൈ എന്ന് പറഞ്ഞാൽ അതിൽ നിറഞ്ഞിരിക്കുന്ന, ഘനീഭവിച്ചിരിക്കുന്ന. ഇപ്പൊ നല്ലൊരു ഗ്ലാസ് വെള്ളത്തിൽ പഞ്ചസാര കലക്കി കഴിഞ്ഞാൽ പഞ്ചസാരയാൽ അത് നിറഞ്ഞിരിക്കുന്നു, പഞ്ചസാര മയമാണ് എന്ന് പറയാം. ഉപ്പ് കലക്കിയാൽ ഉപ്പ് മയമാണെന്ന് പറയാം. രസമയം, സ്വയം രസമയം. രസമയം എന്ന് പറയുന്ന രസത്താൽ നിറഞ്ഞിരിക്കുകയാണ് ദേവി. എന്താണ് രസം? രസത്തിന്റെ ഏറ്റവും നല്ലൊരു അർത്ഥം നമ്മുടെ ഉപനിഷത്ത് പറയുന്നത് രസോ വൈ സഹ എന്ന് പറയുന്നത്. അതാണ് രസം എന്ന് പറയുന്നത്. സഹ എന്നുള്ളത് ബ്രഹ്മത്തെ ചൂണ്ടിക്കാണിക്കാനാണ്. ഈശ്വരൻ തന്നെയാണ് രസസ്വരൂപൻ. അപ്പോൾ രസത്തിന്റെ പാരമാർത്ഥികമായ അർത്ഥം ഈശ്വരൻ ബ്രഹ്മം എന്നാണെങ്കിൽ ദേവി ആരാണ്? ബ്രഹ്മാനന്ദ സ്വരൂപിണിയാണ് ദേവി. അപ്പൊ നമ്മുടെ ഈ വ്യവഹാര ലോകത്തിലേക്ക് നോക്കും. വ്യവഹാര ലോകത്തിൽ നവരസങ്ങളുണ്ട്, ശൃംഗാരാദി നവരസങ്ങൾ.
ആ നവരസങ്ങൾ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രപഞ്ചമാകുന്ന വലിയ നാടകത്തിൽ, ആ നാടകത്തിലെ സൃഷ്ടാവും ആസ്വാദകയും ദേവി തന്നെയാണ്. അഹോ നാടകം നിഖിലവും എന്ന് നമ്മൾ പറയും. ഇത് ദേവിയാൽ ചമയ്ക്കപ്പെട്ട വലിയൊരു നാടകമാണ്. അപ്പൊ ദേവി ഡയറക്റ്റ് ചെയ്ത് ആ നാടകത്തിൽ വിവിധ കഥാപാത്രങ്ങളെ ദേവി തന്നെ നിർദ്ദേശിച്ച് ആ നാടകത്തെ ദേവി എന്ത് ചെയ്യുന്നു, ദൂരെ നോക്കി ഇങ്ങനെ വളരെ ആസ്വദിച്ച് കാണും. ഒരു സംവിധായകൻ, ആ സംവിധായകൻ ഒരു സിനിമ, ഒരു സൃഷ്ടി ഉണ്ടാക്കുന്നു. ആ സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്റെ തന്നെ സിനിമ ആ സംവിധായകൻ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കാണുന്നു, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, കരയുന്നു, ആസ്വദിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ കഥാപാത്രങ്ങൾക്ക് അവിടെ അഭിനയിക്കുകയാണെന്നും തന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ രംഗങ്ങളിൽ, ഓരോരോ രംഗങ്ങളിൽ അവർ ഇന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്വാദനം കിട്ടും? ഒരിക്കലും കിട്ടില്ലല്ലോ. അപ്പൊ താൻ തന്നെ സംവിധാനം ചെയ്ത ആ സിനിമയെ താൻ തന്നെ നോക്കിക്കണ്ട് ചിരിക്കുന്നു, കരയുന്നു, സന്തോഷിക്കുന്നു, ആസ്വദിക്കുന്നു. ഇതേപോലെ തന്നെ പ്രപഞ്ചമാകുന്ന ഈ വലിയ നാടകത്തിന്റെ സ്രഷ്ടാവാരാണ്? ദേവിയാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ അഭിനയിക്കണം, ആരൊക്കെ ഏതൊക്കെ സ്ഥലത്തേക്ക് പോകണം, ആരൊക്കെ ആരെ കല്യാണം കഴിക്കണം, ആരെ കല്യാണം കഴിക്കരുത്, ഏതൊക്കെ ആശ്രമങ്ങളിൽ ആരൊക്കെ ചേരണം, ആരൊക്കെ സന്യാസിയാകണം, ആരൊക്കെ ഗൃഹസ്ഥാശ്രമിയാകണം എന്നൊക്കെ ദേവി നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചതിനനുസരിച്ച് ദേവിയാൽ സംവിധാനം ചെയ്യപ്പെട്ടൊരു നാടകം ഇവിടെ നടക്കുന്നു. അഹോ നാടകം നിഖിലം. നിഖിലം മീൻസ് മുഴുവനായിട്ടുള്ളത്. ആ നാടകത്തെ ദേവി തന്നെ ദൂരെ നോക്കിയിട്ട് ദേവി തന്നെ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു, ആസ്വദിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം ദേവി ജഗദംബിക എന്നുള്ളത് രസമയിയാണ്, രസത്താൽ നിറഞ്ഞവളാണ്. ഇനി ദേവി രസമയായത് കൊണ്ട് ഭക്തിമാർഗത്തിൽ ഒരു ഭക്തന് ദേവിയോടുള്ള തീവ്രമായ ഭക്തിയെ വളരെ അനുഭൂതിയോടുകൂടി അനുഭവിക്കാൻ കഴിയും. നമ്മള് ശാരദാദേവിയെ ഉപാസിച്ച് ദേവിയുടെ കീർത്തനങ്ങൾ ചൊല്ലി എത്രത്തോളം ദേവിയുമായിട്ട് അടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ദിവ്യമായ പ്രേമത്തിന്റെ അനുഭൂതി നിറയും. കണ്ടാരിൽ വീണ് മധു ഉണ്ടാ രമിക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃതി എന്ന് ഗുരുദേവൻ പറഞ്ഞ ആശയത്തെ എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നു? കാരണം ദേവി രസസ്വരൂപിണിയാണ്. രസം എന്ന് പറയുമ്പോൾ എല്ലാ ആസ്വാദനങ്ങളുടെയും ഏറ്റവും അടിസ്ഥാന രസമാണ്. ആ രസമുള്ളത് കൊണ്ടാണ് ലോകം നമുക്ക് ആസ്വാദ്യകരമായി നിൽക്കുന്നത്. ആ രസമില്ലെങ്കിൽ ഇവിടെ യാതൊരു പ്രകാരത്തിലുള്ള ആസ്വാദ്യതയും ഉണ്ടാകില്ല. അപ്പൊ ഭക്തിമാർഗത്തിൽ ഒരു വ്യക്തി തന്റെ ഇഷ്ട ഭഗവാനോട് എത്രത്തോളം അടുക്കുന്നുവോ, അടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ പ്രേമത്തിന്റെ അനുഭൂതി ഇങ്ങനെ നിറഞ്ഞു കവിയും. കാരണം ഭഗവാൻ രസസ്വരൂപനായതുകൊണ്ടാണ്. ഇനി സ്കന്ദപുരാണത്തില് ഒരു രസകരമായ ഒരു ചർച്ചയുണ്ടായി. സ്കന്ദപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദേവിയും ശിവനും തമ്മിൽ, പാർവതിയും ശിവനും തമ്മിൽ ഒരു ചെറിയ ചർച്ച നടക്കുക. ശിവൻ ഇങ്ങനെ അദ്വൈത വേദാന്തത്തിന് ഉന്നതമായ തലങ്ങളൊക്കെ പറയുന്നു. എല്ലാം മിഥ്യയാണ്, ഈ കാണപ്പെടുന്ന എല്ലാം തന്നെ മിഥ്യയാണ്, യഥാർത്ഥമാണ്, ഇതൊക്കെ യാതൊരു അസ്തിത്വവുമില്ലെന്നൊക്കെ പറയുന്നു. അപ്പൊ ദേവിയും അങ്ങനെയൊന്നല്ല, ഈ കാണപ്പെടുന്നതിന് അസ്തിത്വം ഉണ്ടല്ലോ, ഈ കാണപ്പെടുന്നതൊക്കെ സത്യമാണ്, നമ്മൾ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഭാര്യയും ഭർത്താവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ച നടത്താണ്. ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഇത്തിരി വേറെ ലെവലിലേക്ക് വന്നു. കാരണം ശിവൻ ആശുതോഷാണ്, പെട്ടെന്ന് സന്തോഷിക്കും, പക്ഷെ പെട്ടെന്ന് തന്നെ ദേഷ്യത്തിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ദേവിയും ശിവൻ അങ്ങോട്ട് പറഞ്ഞ് അവസാനം ശിവന് പെട്ടെന്ന് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വന്നു ദേവിയുടെ എല്ലാ വാദഗതികളെയും ഭഗവാൻ ഖണ്ഡിച്ച്, അങ്ങനെയല്ല, നീ പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്, എല്ലാം മിഥ്യയാണ് നമ്മൾ സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പൊ അത് കേട്ടതോടുകൂടി ദേവിക്ക് എന്ത് ചെയ്തു? ദേവിക്കും ദേഷ്യം വന്നു. ദേവി ഉടനെ അവിടെ നിന്ന് മാറിപ്പോയി. കൈലാസത്ത് മാരെന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൽ നിന്നേ പൂർണ്ണമായിട്ട് മാറി ഒരു സ്ഥലത്തേക്ക് ഏകാഗ്രിയായിരിക്കാൻ തുടങ്ങി. അപ്പൊ ദേവി മാറിയതോടുകൂടി രസം എന്ന് പറയുന്ന ആ ഭാവം നഷ്ടപ്പെട്ടു. എല്ലാ ചെടികളും കരിഞ്ഞുണങ്ങി വളരെ ഊഷരമായ ഭാവത്തിലേക്ക് ലോകം വന്നു. കാരണം രസസ്വരൂപിണിയായ ജഗദംബിക മാറിപ്പോയത്. അതോടുകൂടി ഭഗവാന് മനസ്സിലായി രസസ്വരൂപിണിയായ ജഗദംബികയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആസ്വാദ്യത ഉള്ളതായിട്ട് തോന്നുന്നത്. കേവലം മിഥ്യ എന്ന് പറഞ്ഞ് ഇതിനെ നിരാകരിക്കുന്നത് യുക്തമല്ല എന്ന് ഭഗവാൻ മനസ്സിലായതായിട്ട് സ്കന്ദപുരാണത്തിൽ ഈ പറയുന്ന രീതിയിൽ ചില പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദേവി രസസ്വരൂപിണിയാണ്. ദേവിയുടെ സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ എല്ലാം ആസ്വാദ്യകരമായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതേ ആശയത്തെ സമർത്ഥിക്കാൻ വേണ്ടി ബ്രഹ്മാണ്ഡ പുരാണത്തിൽ മറ്റൊരു ചെറിയ പരാമർശമുണ്ട്. നമുക്കറിയാം ശിവന്റെ തപസ് അളക്കാൻ വേണ്ടിയിട്ട്. കാരണം
ശിവനും പാർവതിയും വീണ്ടും കല്യാണം കഴിച്ചാലേ സുബ്രഹ്മണ്യൻ ജനിക്കുകയും താരകാസുരനെ വധിക്കുകയും ചെയ്തുള്ള ഒരു സങ്കല്പത്താൽ ശിവനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ശ്രമത്തിൽ ദേവന്മാർ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പൊ ആദ്യത്തെ ഭാര്യ ചിതാഗ്നിയിൽ ഈ ഹോമാഗ്നിയിൽ വീണ് മരിച്ചതിന്റെ തീവ്രമായൊരു വിരക്തി കാരണം ഭഗവാൻ എല്ലാത്തിനും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും തപസ്സിൽ മുഴുകിയിരിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് പാർവതി ദേവി ഭഗവാനുമായി പരിചയപ്പെടുകയും ഭഗവാനെ വീണ്ടും കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു താല്പര്യത്തോടു കൂടി ഭഗവാന്റെ അടുത്തേക്ക് വരിക. അടുത്തേക്ക് വരുമ്പോൾ ഭഗവാൻ തപസ് ചെയ്യുന്ന സ്ഥലത്തിന് അടുത്തേക്ക് ദേവി വന്ന സമയത്ത് ഭഗവാൻ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ദേവിയെ കാണണം. കണ്ടു കഴിഞ്ഞാൽ ആ അറ്റ്മോസ്ഫിയർ വളരെയധികം ശൃംഗാരഭാവത്തെ ഉണർത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. കാരണം തീവ്രമായ തപസ്സിലിരുന്ന ഒരാൾ കണ്ണു തുറക്കുമ്പോൾ പെട്ടെന്ന് അയാളിലേക്ക് ആ ശൃംഗാരഭാവത്തെ പ്രേമഭാവത്തെ ചെലുത്താൻ സാധിക്കില്ല. അപ്പൊ അതിനെന്ത് ചെയ്തു ദേവന്മാർ നമ്മുടെ കാമദേവനെ ചട്ടം കെട്ടി കാമദേവനെ പറഞ്ഞിച്ചു, ശിവൻ കണ്ണ് തുറക്കുന്ന ആ സമയത്ത് നീ അന്തരീക്ഷം വളരെയധികം ശൃംഗാരപ്രദമാക്കണം, ശിവന്റെ മനസ്സിൽ കാമത്തെ ജനിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കാമദേവൻ അമ്പ ചെയ്തു, ശിവൻ കണ്ണു തുറന്നു. കഷ്ടകാലത്തിന് ദേവിയുടെ മുമ്പേ ശിവൻ കണ്ടത് കാമദേവനെ കണ്ടു. അപ്പൊ തന്റെ തപസ്സിന് ഭഗ്നം വരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതൊന്ന് വലിയ കോപം ഉണ്ടാവുകയും കാമദേവനെ ഭസ്മമാക്കുകയും ചെയ്തു. അപ്പൊ കാമദേവനെ പൂർണ്ണമായിട്ട് ഭസ്മമാക്കി കഴിഞ്ഞപ്പോൾ ആ ഭസ്മമാക്കിയ അഗ്നിയിൽ നിന്ന് ഭണ്ഡാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ജനിച്ചതായിട്ട് പുരാണങ്ങൾ പറയും. നമുക്ക് പുരാണ കഥകളാണ്, എങ്കിലും ഇതിൽ അർത്ഥമുണ്ട്. കാമനെ ഭസ്മമാക്കിയ അഗ്നിയിൽ നിന്ന് ഭണ്ഡാസുരൻ എന്ന് പറയുന്ന വലിയൊരു അസുരൻ ജനിച്ചു. ആ അസുരൻ എന്ത് ചെയ്തു? ആ അസുരൻ ജനിച്ചു കഴിഞ്ഞ് ലോകത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പൊ കാമദേവൻ ഭസ്മമായതോടുകൂടി ലോകത്തിലെ എല്ലാ അനുഭൂതികളും നഷ്ടപ്പെട്ടു. സന്തോഷം, ആനന്ദം, പ്രേമം, കാമം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രേമം, കാമുകി കാമുകന്മാരുടെ പ്രേമം, അങ്ങനെ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ അനുഭൂതികളും ഈ കാമന്റെ തിരോധാനത്തോടു കൂടി നഷ്ടമായി. മാത്രമല്ല ആ ചാരത്തിൽ നിന്ന് ഉത്പന്നമായ ഭണ്ഡാസുരനാകട്ടെ ഈ ലോകത്തില് പരിപൂർണമായും വരട്ടുവാദത്തെ നിറച്ചു. വരട്ടുവാദം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും നിഷേധിക്കുന്ന, എല്ലാ ആസ്വാദനങ്ങളെയും തള്ളിക്കളയുന്ന, ഭക്തിയെയും ആനന്ദത്തെയും പ്രേമത്തെയും തള്ളിക്കളയുന്ന ഒരു വരട്ടുവാദം ജനങ്ങളിൽ നിറയ്ക്കുകയും ഭണ്ഡാസുരൻ ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് ലോകത്ത് വീണ്ടും ആസ്വാദ്യത കൊണ്ടുവരണം എന്ന് കരുതിയിട്ട് ദേവന്മാരെല്ലാം ചേർന്ന് വലിയൊരു യാഗം നടത്തുകയും ആ യാഗാഗ്നിയിൽ നിന്ന് ലളിതാ ത്രിപുര സുന്ദരി ജനിക്കുകയും ചെയ്തു. അപ്പൊ ലളിതാ ത്രിപുര സുന്ദരിയുടെ കയ്യിലൊരു ആയുധമുണ്ട്. ആയുധം കരിമ്പ് കൊണ്ടാണ്, കരിമ്പിന്റെ വില്ലാണ്. കരിമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മധുര രസമാണ് അടങ്ങിയത്. ആ കരിമ്പിന്റെ ആയുധം കൊണ്ട് ദേവി ഭണ്ഡാസുരനുമായിട്ട് പോരാടി ഭണ്ഡാസുരനെ ഇല്ലാതാക്കി കഴിഞ്ഞു, വധിച്ചു. ഭണ്ഡാസുരനെ വധിച്ചോടുകൂടി ലോകത്ത് വീണ്ടും രസം നിറഞ്ഞു. വീണ്ടും പ്രപഞ്ചത്തിൽ പരിപൂർണമായും രസം നിറഞ്ഞു. അങ്ങനെ ആളുകൾക്ക് പരസ്പരം സ്നേഹം, വാത്സല്യം, കരുണ, ആസ്വാദ്യത എല്ലാം നിറഞ്ഞ് പ്രപഞ്ചത്തെ രക്ഷപ്പെടുത്തുകയും ജഗദംബിക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാവുന്ന ദേവി ആരാണ്? രസസ്വരൂപിണിയാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആസ്വാദ്യത ഉണ്ടെങ്കിൽ അത് ദേവിയുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ദേവി മാറിക്കഴിഞ്ഞാൽ ആ രസം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഹേ അംബ, അങ്ങാരാണ്? രസമയിയാണ്. സാത്വം പ്രഗീയസെ മയാ പ്രഗീയസെ, അങ്ങനെയുള്ള നീ രസസ്വരൂപിണിയായി നീ എന്നാൽ ഉപാസിക്കപ്പെടുന്നു എന്ന് പറയും. രാസലീലയിൽ തന്നെ ഈ സൃഷ്ടിയുടെ നിയന്താവും പരിപാലനവുമായ ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ കൂടെ നൃത്തം ചെയ്യുമ്പോഴാണ് രസാനുഭൂതി ഉണ്ടാവുന്നത്. അപ്പൊ ഗോപികയിൽ ഏറ്റവും മുഖ്യമായ ഗോപിക രാധികാദേവിയാണ്, രാധാദേവിയാണ്. രാധാദേവിയുടെ യഥാർത്ഥ പേര് ഹ്ലാദിനി ശക്തിയാണ്. ഹ്ലാദിനി മീൻസ് ആഹ്ലാദിനി എന്നുള്ളതിന്റെ ഹ്ലാദിനി, പരാശക്തിയാണ് ദേവി. അപ്പൊ ഹ്ലാദിനി എന്നുള്ളത് കൃഷ്ണതത്വവുമായി ചേരുമ്പോൾ അനുഭൂതിയാണ്, രാസലീലയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള രസോമയ മൂർത്തിയായ ജഗദംബിക ദേവി എന്നാൽ സ്തുതിക്കപ്പെടുന്നു എന്ന് കുമാരനാശൻ പറയും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപസംഹരിക്കുന്നു. ഈ ശ്ലോകത്തിൽ ഇനിയും ദേവിയുടെ 3-4 വിശേഷണങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എന്ന് പറയും. ഓം തത്സത്ത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.